ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലല്ലോ നമ്മൾ വീഡിയോ ഇട്ടീന് ഇതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അന്ന് കൊണ്ടുവന്ന് വെച്ച കോളിഫ്ലവറാണ്. ഇന്നാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത് കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് വെട്ടി കൊടുക്കണം. ആദ്യം ഈ സാധനങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ഇമ്മമ്മേൻ്റെ ഭാഷ പറഞ്ഞ പുഗ് എടുക്കാൻ. പുഗ്ഗോണ്ട് ഫ്രൈ ഉണ്ടാക്കണ നിങ്ങള് ആ കറി അതൊന്നും പറയാൻ പറ്റൂല. അപ്പം അതൊക്കെ ലാസ്റ്റ് അറിഞ്ഞാൽ മതി നിങ്ങൾ. പുറത്താ വെട്ടണ അന്റെ എന്താ ഈ പറയണതിന്റെ സൗണ്ടില് കുറവുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ ഇത്ര ഉള്ളൂ. ഞാൻ വീട്ടിലെന്നല്ല പറയുന്നത്. എനിക്ക് മൈക്കൊന്നുമില്ലേ. അപ്പോൾ നമ്മളുടെ പൂവ് കോളിഫ്ലവർ നമ്മൾ മുട്ട അടിച്ച് കോളിഫ്ലവർ ഇമ്മമ്മാന്റെ പുഗ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ അല്ലിങ്ങനെ മാറ്റിയെടുക്കട്ടോ. കാരണം എന്താണെന്ന് പറയുക, പുഴു ഉണ്ടാവും. അതിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നോക്കിയെടുക്കണം. നിങ്ങൾക്ക് കോളിഫ്ലവർ ഒക്കെ വെച്ച് തരുമോ ഇവിടെ? ഫസ്റ്റൊക്കെ ചെന്നൊക്കെ ഉണ്ടായിന്, പിന്നെ ഓരോ ഒഴിവാക്കി. കാരണം ചിലവല്ല. ഇനി ഞാൻ കാണിച്ചു കേട്ടോ കോളിഫ്ലവർ പുഴുകളെ. വല്ല തിന്നു വെച്ച പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടാവും കളറൊക്കെ പച്ച കളർ, പച്ച സാധനം നിന്ന പച്ച കളർ ഉണ്ടാവും. പച്ചല്ല നീലയാണ് പുഴു. നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തേക്കണ് കേട്ടോ നടക്കണമെന്ന്. അതുകൊണ്ട് നടക്കണ്. ആ കൈയും വീശി നടക്കാൻ പറഞ്ഞു. സ്പോർട്സിന് പെരിഡൊക്കെ ഈവനിങ്ങും നടക്കണത്ര, മോർണിംഗും നടക്കണത്ര, എല്ലാപ്പോഴും നടക്കണം. ഉച്ചക്കും നടക്കണമെന്ന് വെയിലത്തെ. ഉമ്മച്ചി പിന്നെ എപ്പോഴും നടക്കലുണ്ട്. നമുക്ക് ഈ കട്ട് ചെയ്ത കോളിഫ്ലവറൊക്കെ എന്ത് വെച്ചാൽ തിളപ്പിച്ചെടുക്കുക. കാരണം നമ്മൾ നേരത്തെ പുഴുവിനെയൊക്കെ കണ്ടതല്ലേ. അപ്പോൾ പുഴുവൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ, മൂങ്ങിക്കിടക്കാൻ പാകം വെള്ളത്തിൽ കുറച്ച് ആവശ്യത്തിൽ ഉപ്പിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 90% വേവ് ആവണ വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന കോളിഫ്ലവർ ഇല്ലേ, അത് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുത്ത് കണ്ടോ. ഈ ഒരു പരിവ ഫുള്ള് കുക്കായിട്ടില്ല. കുക്കാവുന്ന സമയമുണ്ടല്ലോ. അപ്പം ഫുള്ള് കുക്കാവാതെ നമ്മളിങ്ങനെ എടുത്ത് അങ്ങനെ വെള്ളം ഊറ്റിങ്ങനെ വെച്ചാണ് കണ്ടോ. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിക്കാം. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോണതാണ് സോസി കോളിഫ്ലവർ, സോസി മസാല കോളിഫ്ലവർ. അപ്പം നമുക്കത് മസാല കോളിഫ്ലവർ ആക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ചട്ടി ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. കാരണം നമ്മൾ ഇനി ഈ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലിട്ട് ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പം അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടോ. എണ്ണ മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്താൽ. ഞാൻ ഇപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തത്. നമുക്കിത് ഇതിലേക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കേ. എല്ലാവരും സ്റ്റേ അവേ ചെയ്യണം. കാരണം നല്ല പൊട്ടിത്തെറിക്കാൻ ചാൻസുകളുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതെന്താ പറയുക, ഇത് വഴന്ന് വരും. വഴന്ന് മീൻസ് ഫ്രൈ ആവണ രീതിക്ക് വരും. അതുവരെ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. വല്ലാതെ ഇളക്കും വേണ്ട, അടി പിടിക്കാതെ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇതാ കോളിഫ്ലവർ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ. കളറൊക്കെ മാറിയില്ലേ. ഇങ്ങനെ ഇടരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോലെ താഴെടും. അപ്പം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കട്ടോ. കണ്ടോ ഈ ഒരു പരിവാഹം നമ്മൾ ഇട്ടപ്പോൾ ഫുള്ള് ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ ചട്ടീൻ്റെ താഴ്ഭാഗത്തുള്ളൂ. നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കേട്ടോ. 2 സവാളയാണ് ഇത്. 2 സവാള ഇതുപോലെ അരിഞ്ഞത്. ഈ കട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഈ സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മളെന്തായി, ഇപ്പം നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടോ. ഇപ്പം ഇതേപോലെ കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി മറ്റേ നല്ലോണം വഴന്ന് വന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം, ഓരോന്നോരോന്നായിട്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇത്ര ഞാൻ എടുത്ത് ടീസ്പൂണിന് ഇത്ര, നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, മുളക് പൊടി. പിന്നെ ഇടാൻ പോണത് ഗരം മസാലപ്പൊടിയാണ്, കുറച്ചിട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കോളിഫ്ലവറിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ഇട്ട് നോക്കാൻ. ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കെച്ചപ്പാണ് ഇതിലെ മെയിൻ താരം, കാരണം സോസി മസാലയാണല്ലോ. അപ്പം കെച്ചപ്പ് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ രസം ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണല്ലോ, അതുകൊണ്ട് സൂപ്പർ. എല്ലാം മിക്സ് ചെയ്തേ. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം, കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ്. അപ്പം നമ്മൾ ഒരിക്കലും എന്താ കറിവേപ്പില ഇടൂല അതിലേക്ക്, അപ്പോൾ മല്ലിച്ചപ്പാടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് ഈ സ്കൂളത്തെ കുട്ടികൾക്കും ചപ്പാത്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തിന്നാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ. പിന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ആവുള്ളൂ. അത് നിങ്ങളെല്ലാവരും കണ്ടാൽ ഞെട്ടും. ഞാൻ കാണിച്ചു തരാം എന്താണ്. അതാണിത്. ഇതാണെന്ത്, പഞ്ചസാര. ഈ കറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്ന കുറച്ച് പഞ്ചസാര കേട്ടോ, കുറച്ച്, വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസി കോളിഫ്ലവർ മസാല റെഡി. സൂപ്പറായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളിത് ഓൾറെഡി ട്രൈ ചെയ്ത് 2ാം തവണയാണിത് ഉണ്ടാക്കണം. ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഇപ്പോൾ 2ാം തവണ ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ ബൈ.